സഭയെ നയിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമുള്ള അധികാരം കർത്താവ് തന്റെ സ്ലീഹന്മാരെയാണ് ഭരമേൽപ്പിച്ചത്. ആ സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരെ ഈ ത്രിവിധ ദൗത്യങ്ങളിൽ സഹായിക്കുവാനായി പ്രത്യേകം വിളിപ്പിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തവരാണ്. ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികർ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ശുശ്രൂഷ പൗരോഹിത്യം ആരുടെയും അവകാശമല്ല. വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പുരോഹിത ശുശ്രൂഷകർ വളരെ ഉത്തരവാദിത്തപ്പെട്ട സഭാ അധികാരികളാണ്. തിരഞ്ഞെടുക്കുകയും തിരുപ്പട്ടം വഴിയായി സഭാ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ കാനൂൻ നിയമം അനുസരിച്ച് എല്ലാ പരിശീലന നിബന്ധനകളും പൂർണ്ണമായി പാലിച്ച് എന്നതുകൊണ്ട് മാത്രം പൗരോഹിത്യ പട്ടത്തിന് ആർക്കും യാതൊരു അവകാശവും ലഭിക്കുന്നില്ല. പുരോഹിത ശുശ്രൂഷികളുടെ അവകാശങ്ങളെയും കടമകളെയും പറ്റി പൗരസ്ത്യ കാനൂന സംഹിതയിലെ 367 മുതൽ 393 വരെയുള്ള കാനൂനുകൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ദൈവരാജ്യ പ്രഘോഷണവും കൂദാശകളുടെ പരികർമ്മവും റോമാ മെത്രാന്മാരോടും സ്വയാധികാര സഭയുടെ തലവനോടും രൂപതാ മെത്രാനോടുമുള്ള അനുസരണവും. കാനൂന 761 ഇങ്ങനെയാണ് പറയുന്നത്: ഡീക്കൻ പട്ടമോ വൈദിക പട്ടമോ സ്വീകരിക്കേണ്ട അർത്ഥി സാധുവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന് തിരുപ്പട്ടം സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ന്യായമായും സ്വതന്ത്രമായും സ്വീകരിക്കുന്നുവെന്നും സഭാ ശുശ്രൂഷയ്ക്കായി തന്നെ സ്ഥിരമായി അർപ്പിക്കുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അതേസമയം തിരുപ്പട്ടം സ്വീകരിക്കാൻ തന്നെ അനുവദിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടും തന്റെ കയ്യൊപ്പോടു കൂടിയ ഒരു പ്രഖ്യാപനം തന്റെ രൂപതാ മെത്രാന് മേജർ സുപ്പീരിയറിന് സമർപ്പിക്കേണ്ടതാണ്. കാനൂന 751 നിയമപ്രകാരം ആവശ്യമായിരിക്കുന്ന എല്ലാ സാക്ഷ്യപത്രങ്ങളും ലഭിക്കാത്ത പക്ഷം അധികാര പത്രങ്ങൾ നൽകപ്പെടാനാവുന്നതല്ല എന്ന് വ്യക്തമാകുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ള സാക്ഷ്യപത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈദികാർത്ഥിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അനുസരണശീലത്തെക്കുറിച്ചുമുള്ള സാക്ഷ്യപത്രം. ഏത് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസിയും ആ ജീവിതാന്തസ്സിനടുത്ത ഉത്തരവാദിത്തങ്ങളും കടമകളും ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നതാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സാധാരണമാണ്. ദൈവനാമത്തിൽ അനുസരണവ്രതം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വ്രതം ലംഘിക്കണം എന്ന ധാരണയോടെയാണെങ്കിൽ അത് തിരുപ്പട്ടത്തിന്റെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വിധേയത്വം ഒരിക്കലും പരാജയമല്ല എന്ന ബോധ്യത്തോടെ ഇനിയെങ്കിലും നമുക്ക് അനുസരണത്തിന്റെയും അതിലൂടെ സമാധാനത്തിന്റെയും മാർഗത്തിലൂടെ നടക്കാം.